ഇന്നത്തെ വീഡിയോ ചുരങ്ങയും പരിപ്പൊക്കെ വെച്ചിട്ട് നല്ലൊരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് കാണുക, അതേപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറി നമുക്ക് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു അധികം മൂപ്പില്ലാത്ത ഒരു ചുരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 400 ഗ്രാമോളം വരും. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നൈസാക്കിയിട്ട് ചെത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുകൊണ്ട് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ സ്പോഞ്ച് പോലുള്ള ഭാഗങ്ങളുണ്ടല്ലോ, കുരുവൊക്കെ അടങ്ങിയിട്ടുള്ള അത് ഭാഗം കൊണ്ട് ഒഴിവാക്കി കളയാം. എന്നിട്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങോട്ട് നുറുക്കിയെടുക്കാം. ഇതേപോലെ അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ മുറുക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് മതി. പിന്നെ ഒരു പാത്രത്തിൽ ഇതേപോലെ ഒരു 2 അല്ലി വാളംപുളി ഉണ്ട്. അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അതാണ് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടിയെടുത്താണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 8ഓളം ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടുണ്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത 150 ഗ്രാം തൂരപ്പരിപ്പാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പ് ഉണ്ടാകുമ്പോൾ ചിലർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് പാർന്നു കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് പാർന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ട് സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം വീണ്ടും ഒരു ഉരുളി ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കറി കുക്കറിൽ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ശരിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണത്. അപ്പോൾ പരിപ്പ് വേവിച്ചത് ഇതിലേക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുക്കർ ചുഴറ്റിയെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് ഉണ്ടാവും. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുരങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ. പിന്നെ നമ്മൾ ആദ്യം വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ്, അത് ഇതിലേക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഉണ്ട് ഇത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ചുരങ്ങ കഷ്ണങ്ങളൊക്കെ പുളിയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, തേങ്ങയും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാറൊന്ന് കുലുക്കിയെടുത്ത വെള്ളമാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പോളം ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഒരു വട്ടെങ്കിലും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് കാണാം കേട്ടോ. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ, ചെയ്യാത്തവർ. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അരപ്പ് പറഞ്ഞതിന് ശേഷം കൂടുതൽ തിളപ്പിച്ചെടുക്കരുത്. ഇതേപോലെ ഒന്ന് തിള ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് വറവ് ചേർക്കാനുണ്ട്, അത് നമുക്ക് തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായാൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവ ഒന്ന് മൂത്ത് വന്നാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നാൽ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, അതിന് പകരമാണ് നമ്മൾ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം ഇതേപോലെ. അപ്പോൾ കരിഞ്ഞു പോകാത്ത രൂപത്തിലൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയിലേക്ക് വറവാണ് പാർന്നു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഉണ്ട് മിക്സ് ആയിക്കോട്ടെ.
അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തോളി. നല്ല രുചിയായിട്ടുള്ളൊരു കറിയുണ്ടത്. അപ്പോൾ ഞാൻ തന്നെ ഇത് നല്ല രുചിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ചുരങ്ങയും പരിപ്പൊക്കെ ചേർത്തിട്ട് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള ഒരു കറിയാണിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചുരങ്ങയും പരിപ്പും വെച്ചിട്ട് നല്ലൊരു കറി നിങ്ങൾ കണ്ടില്ലേ? ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.